ഗുരുവേ, ആരുടെ സിദ്ധി കൊണ്ടാന്നറിയില്ല എന്റെ പ്രവചനം ഫലിച്ചു. ഇനി ആതിരയുടെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന അനന്തനെ പുറത്ത് ചാടിച്ച് എന്നെ രക്ഷിക്കണം സ്വാമി. ആതിരയുടെ മനസ്സിൽ ആരൊളിച്ചിരിക്കുന്ന പറഞ്ഞേ? അനന്തൻ. ഇയാള് തപ്പിക്കൊണ്ട് നടക്കുന്ന അനന്തനോ? അവൻ തന്നെ. അവനെന്തിന് ആതിരയുടെ മനസ്സിൽ കയറി ഒളിക്കണം? ഇനി ഒന്നും ഒളിക്കണ്ട, പറഞ്ഞേക്കൂ. മാമ്പിളി ക്ഷമിക്കണം. ആശാനോട് ഞങ്ങളൊരു കാര്യം മറച്ചു വെച്ചു. ബാലഗോപാലിനെ ഓടിക്കുക, ഭാർഗവന്റെ രാഘവന്റെ കണ്ണിപ്പെടാതിരിക്കുക. ഇത് കൂടാതെ ഒരു ഉദ്ദേശം കൂടി ഇവിടെ കഴിയുന്നതിന്റെ പിന്നിൽ എനിക്കുണ്ടായിരുന്നു. എന്താ അത്? ആതിരയുടെ വിശ്വാസം നേടിയെടുത്ത് കാമുകനായ അനന്തൻ എവിടെ ഉണ്ടെന്ന് അറിയില്ല. എന്ത് അസംബന്ധം നിങ്ങൾ പറയുന്നത്? ആതിരക്കുട്ടിക്ക് അങ്ങനെ ഒരു കാമുകനില്ല. ഉണ്ടെങ്കിൽ ഞാനത് അറിഞ്ഞേനെ. ആതിരയായിരിക്കും. മാമ്പിളിയെ കണ്ട ചിലപ്പോ കുട്ടി സത്യം പറഞ്ഞൊന്നും വരില്ല. ആശാനോട് മാറിക്കൊള്ളൂ. ആ, ആതിര ഇന്ന് സന്തോഷവതിയാണല്ലോ. അതെ, നന്ദി പറയാൻ വന്നതാണ്. ബാലേട്ടൻ ഇവിടുന്ന് ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്ന സത്യത്തിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇപ്പൊ വിശ്വാസമായോ? ആയി. മനസ്സിലെ മോഹത്തിന് മാർഗതടസ്സമായി വന്നയാൾ ഒഴിവായി. ഇനി പറയൂ, മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നയാള് എവിടെയുണ്ട്? എവിടെയുണ്ടെങ്കിലും ഇവിടെ വരുത്തി നാം നിങ്ങളുടെ വിവാഹം നടത്താൻ സഹായിക്കാം. സത്യമാണോ? സത്യം. പറയട്ടെ? പറയൂ, എവിടെയാന്ന് പറയൂ. എന്റെ മനസ്സിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആള് ആ, അത് സ്വാമിയാണ്. സ്വാമി ഇപ്പോഴേ പറഞ്ഞില്ലേ ആതിരയ്ക്ക് ഇങ്ങനെ ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാവാൻ വഴിയില്ലെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? അവര് തമ്മിൽ ഫോണിൽ സംസാരിക്കാറുണ്ട്, കത്തെഴുതാറുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്തേ? സ്വാമിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജും കഴിച്ച് വല്ല കൊടൈക്കനാലിലും പോയി ഡോൾബി തുടങ്ങി കഴിഞ്ഞാന്. എന്താ? അല്ല, ഹണിമൂൺ. പെണ്ണ് കെട്ടി പുറത്ത് നടത്താനല്ല ഞാൻ ഈ നാട്ടിലൊന്ന്. മനസ്സിലായോ? സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയ സ്ഥിതിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഇവിടെ വിഡ്വേഷം കെട്ടിയിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. അർത്ഥമില്ലെന്ന് അങ്ങ് തീർത്ത് പറയാൻ വരട്ടെ. അതെ, അനന്തൻ ജയദേവനോട് പറഞ്ഞ കാര്യങ്ങളും ആതിര ഇപ്പോൾ പറഞ്ഞതും പരസ്പര വിരുദ്ധമാണ്. ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തൻ ആതിരയെ തിരക്കി വരാനുള്ള സാധ്യത ഇനിയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും പെട്ടെന്ന് ആശ്രമം വിട്ട് പോരുന്നത് അത്ര പന്തിയല്ല. ഒന്നുമില്ലെങ്കിലും ഇത്രയും നാൾ ഭോജനം കഴിച്ചതിന്റെ നന്ദിയെങ്കിലും കാണിക്കണ്ടേ? പിന്നെ എവിടെ ഒളിച്ചിരുന്ന് അനന്തനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിലും സേഫ് അല്ലേ ആശ്രമത്തിൽ തന്നെ താമസിച്ച് അന്വേഷണം തുടരുന്നത്? മാത്രമല്ല ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് അങ്ങോട്ട് മുങ്ങിയ വൈദ്യർക്ക് വല്ല സംശയം തോന്നിയാലോ? പോലീസിലെങ്ങാനും വല്ല കംപ്ലൈന്റും കൊടുത്താ ചിലപ്പോ നമ്മളൊക്കെ കുടുങ്ങിന്ന് വരും. ഞാൻ പോയി നോക്കിട്ട് വരാം. പോലീസിന്റെ കാര്യം പറഞ്ഞോളൂ. അപ്പോഴേക്കും ജീപ്പ് കിടത്തിയോ? അയ്യോ പ്രേമദാസ, ആ കാലമാണന്മാർ ഇവിടെ എത്തി. എവിടെയെങ്കിലും ഒളിക്കണം. ഞാൻ പോയി നോക്കിട്ട് വരാം. എവിടെടാ ജയദേവൻ? ജയദേവനോ? അങ്ങനെ ഒരാൾ ഇവിടെ താമസമില്ലല്ലോ. ഉണ്ടോ ഇല്ല ഞങ്ങൾ അകത്തേക്ക് കയറാൻ പറ്റില്ല. ഞാൻ പറയും. നമ്മൾ ഇടികൊണ്ട് ചത്തിട്ട് അവൻ മാത്രം അങ്ങനെ സൂഹിക്കണ്ട. എങ്കിൽ പറയടാ പുല്ലേ. ജയദേവൻ അനന്തനെ അന്വേഷിച്ച് ബോംബെ പോയിരിക്കാം.
ബോംബെയിലെവിടെ? പറയരുത്, ഇവന്മാരവനെ കൊല്ലും. കൊല്ലട്ടെ, അവനുവേണ്ടി മരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പറയടാ, ബോംബെയിലെവിടെ അവന്റെ താമസം? പറയണം. അൽഹംദുലില്ല സ്ട്രീറ്റ്, ഡോർ നമ്പർ 33, അന്തേരി, ഡോൾബി നഗർ, മുംബൈ. ബോംബെയിൽ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ അവനെ തപ്പിയെടുത്തോളാം. അതല്ല, ഈ പറഞ്ഞത് കള്ളവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അവനെ കാണാൻ വേണ്ടി മാത്രമല്ല, നിന്നെ കൊല്ലാൻ കൂടി. വാടാ. നീ ആരുടെ അഡ്രസ്സാ പറഞ്ഞു കൊടുത്തത്? ആർക്കറിയാം? പിന്നെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ പറഞ്ഞേ? അപ്പോഴത്തെ അവസ്ഥയിൽ ബോംബെയിലെന്നല്ല, ഈ 14 ലോകത്തെ ഏത് അഡ്രസ്സും ഞാൻ പറഞ്ഞു കൊടുത്തേനെ. അല്ല, നമ്മുടെ ജയദേവ സ്വാമി എവിടെ? ഞാനിവിടെ ഉണ്ട്. ഇവിടെ ആഹാ. എന്റെ അമ്മേ, എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല. നന്ദി പ്രകടനമൊക്കെ പിന്നെ ആവാം. ആദ്യം നീ താഴോട്ടിറങ്ങ. അല്ല, ഈ ഡോൾബിക്കകത്ത് നീ എങ്ങനെ കേറി? കേറിയതല്ല, കേറി പോയതാണ്. ബാക്കിൽ നിന്ന് കുത്തു കൊടുക്ക. ബാക്കിൽ നിന്ന് കുത്ത ഞാൻ എന്താ പുട്ടോ? ചപ്പാത്തിയൊക്കെ പിന്നെ ഇടി കൊണ്ടാലെന്താ ജയദേവാനന്ദ സ്വാമികളിലെ ആവി പിടിച്ചു തരുന്നത്? ജയദേവ, ഈ പറമ്പിൽ അസലമാവുന്ന മുറിച്ചോളൂ. എന്തിനാ? എന്നെ ദഹിപ്പിക്കാൻ. നീ ഈ നിമിഷം അവിടെ എത്തില്ല എന്ന് വെച്ചാ ആ കംസൻ ഇന്നെ ശവദാനം നടത്തും. ഉറപ്പാ. അതിന് മാവ് തന്നെ വേണമെന്നുണ്ടോ? പ്ലാവായാലും പോരെ? എന്താ എന്തു പറ്റി? അത് ഞങ്ങള് തല്ല്. ഞങ്ങൾ ഇവിടെ ഓണത്തല്ല് നടത്തിയതാ. അതെ, ഓണത്തല്ല്. അയ്യോ, എങ്കി എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ? ഞാനും കൂടെ കൂടെ ഇരുന്നല്ലോ. ശരിയാ, മാമ്പിള്ളിയും കൂടി വേണമായിരുന്നു. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ ഈ തല്ലിന്റെ ഫൈനൽ റൗണ്ട് ഉണ്ടാവും. കൊള്ളാൻ വരണേ. അതെ. വസു, വസു, എനിക്കൊരു സംശയം ചോദിക്കാണ്ടായിരുന്നു. എന്റെ അടുത്തോ? അതെന്ത് സംശയ? ഈ മന്ത്രങ്ങളും വേദങ്ങളൊക്കെ പഠിച്ച സ്വാമിമാരെ നമ്മൾ സ്ത്രീകൾ മോഹിച്ച ദോഷമുണ്ടാവോ? എങ്ങനെ നമ്മൾ രണ്ടാളും കൂടോ? ഒന്ന് ചുമ്മാ തിരി വസു. ഈ സന്യാസിമാരെ സ്നേഹിക്കുന്നത് ദോഷാണോ? അങ്ങനെ വരട്ടെ. അപ്പൊ മനസ്സിൽ ഒളിപ്പിച്ചോണ്ട് നടന്നത് ഇതാണല്ലേ? മിണ്ടാപ്പൂച്ചേ, അറിയൂ വസു, ദോഷമുണ്ടാവോ? ദോഷമൊന്നുമില്ല. പണ്ട് പരാശര മുനി മോഹിച്ച സത്യവതി കടത്തുകാരിയല്ലായിരുന്നോ? പക്ഷെ സന്യാസിമാരോട് മനസ്സ് വെക്കണം. അപ്പൊ അവർക്ക് ഇഷ്ടാണെങ്കിൽ പാപമില്ലല്ലേ? ഒരു പാപവും ഇല്ല. പക്ഷേ കന്യാദാനം നടത്താൻ കംസൻ തയ്യാറാവോന്നൊരു സംശയമുള്ളൂ. അത് കൊടുത്തിട്ട് ആ ഉരുളിയും പാത്രങ്ങളൊക്കെ കലവറിലേക്ക് വെച്ചോളൂ കേട്ടോ. വസു, എത്തിയോ? ഞാൻ കരുതി പിന്നെയും മുങ്ങിന്ന്. എവിടെ മുങ്ങിയാലും എന്റെ വസുമതി ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ പൊങ്ങും. ഇതെന്താ നെറ്റിയിലും താടിയിലും ഒക്കെ? എല്ലാം പ്രേമ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കീർത്തി മുദ്രകളാണ്. ആ, വല്ലയിടത്തും കക്കാൻ കയറിയപ്പോ ആരെങ്കിലും പിടിച്ച് പിടച്ചിട്ടുണ്ടാവും. വസു, ചങ്കിക്കൊള്ളണ വർത്തമാനം പറയരുത്. വസുവിന്റെ മനസ്സിലല്ലാതെ വേറെ ഒരിടത്തും ഞാൻ ഇതുവരെ കക്കാൻ കയറിയിട്ടില്ല, അറിയോ? എന്ത്? എന്റെ മനസ്സിൽ കയറിയെന്നാ? ഉം. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ എത്ര പേരോട് പറഞ്ഞിട്ടുണ്ട്? അപ്പൊ എന്നെ വിശ്വാസമല്ല അല്ലേ? പൂയിലിക്കാരനല്ലേ? പോയില്ലയോ? വേണ്ട, പാവത്തൊന്നും കാണിക്കണ്ട. അസുര ജന്മല്ലേ? ഉള്ളിലിരിപ്പ് എന്താന്ന് എനിക്കറിയാം. എന്റെ ഉള്ളിൽ ഒരു ചിന്ത ഇരിപ്പുള്ളൂ, നമ്മുടെ കല്യാണം. ദാ ഇത് കണ്ടോ, ഞാൻ വസുവിന് വേണ്ടി വാങ്ങിയതാ, മെയ്ഡ് ഇൻ ഇന്ത്യ. 4 ആളെ വിളിച്ചുകൂട്ടി നിശ്ചയം നടത്താൻ ഒരു സ്വർണ്ണ മോതിരം വാങ്ങാനായിരുന്നു മോഹം. ആഹാ, പക്ഷെ പൈസ തികഞ്ഞില്ല. വിളിക്ക, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വസുമതിയുടെ കയ്യിൽ ഞാൻ ഈ മുദ്ര വളകൾ അണിയിക്കും. വസുമതിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വിളിക്ക. വേണ്ടതിന് പറയരുത്. ഞാൻ ഇതുവരെ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അയ്യോ, ആ ബന്ധമല്ല, ബ്ലഡ് റിലേഷൻ. എന്ത് ബന്ധായാലും എനിക്കിതൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയല്ലേ. ചുമ്മാ മിണ്ടത് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിപ്പോ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറയല്ലേ വസു. ആർക്കാ പ്രേമ ചെമ്പരത്തിപ്പൂ? അത് പിന്നെ പൂജയ്ക്ക് അല്ല, സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തി പൂ വേണമെന്ന് പറയായിരുന്നു. അതിനെന്തിനാ വസുമതിയെ ബുദ്ധിമുട്ടിപ്പിക്കണേ? അതെ. ആതിരോട് പറഞ്ഞാലും കൊണ്ടു തരായിരുന്നല്ലോ. അല്ല, ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാം. ആതിരേ, എന്താ ചുമേ? സ്വാമിക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ചു കൊടുക്കൂ. പ്രേമം വയ്ക്കോളൂ, കുട്ടി കൊണ്ട തരും. അപ്പൊ വയ്ക്കോളൂ. എന്റെ തലയിൽ ചെമ്പരത്തി പൂ പ്രേമ. വരുന്നു.